കോഴിക്കോട് പെരുവയലിൽ ആളുമാറി വോട്ട് ചെയ്തതിൽ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. വിഷയം അന്വേഷിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി. സമീർ, നേരത്തെ LDF നൽകിയ പരാതിയിലാണോ ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്? അനുജ, പെരുവയലിലെ 84-ാം ബൂത്തിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. ആളുമാറി വോട്ട് രേഖപ്പെടുത്തിയ സംഭവമായിരുന്നു. വീട്ടിലെ വോട്ട് സംവിധാനം അനുസരിച്ച് 7 പേരാണ് ലിസ്റ്റിലുണ്ടായിരുന്നത്. എന്നാൽ ഈ 7 പേരിലും ഇല്ലാത്ത ഒരാളാണ് വോട്ട് ചെയ്യുന്ന ഒരു രംഗമുണ്ടായത്. 91-കാരിയായിട്ടുള്ള പായമ്പുറത്ത് ജാനകി അമ്മയാണ് വോട്ട് ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരമാണ് 80-കാരിയായിട്ടുള്ള കൊടശ്ശേരി ജാനകി അമ്മയെ കൊണ്ട് വോട്ട് ചെയ്യിച്ചത്. ഈ സംഭവത്തിലാണ് LDF BLOക്കെതിരെ പരാതി നൽകി. ജില്ലാ വരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർക്കാണ് പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത്. വോട്ടിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ, അതുപോലെ തന്നെ പോളിംഗ് ഓഫീസർ, മൈക്രോ ഒബ്സർവർ, ബൂത്ത് ലെവൽ ഓഫീസർ എന്നിങ്ങനെ 4 പേരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്താൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് 134 പ്രകാരമാണ് ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇവർക്കെതിരെ വിശദമായിട്ടുള്ള അന്വേഷണം വേണം എന്നുള്ള ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ BLO രാഷ്ട്രീയപരമായിട്ട് ഇടപെട്ടു എന്നുള്ള ഒരു ആക്ഷേപമാണുള്ളത്. ഈ വ്യക്തിയെ, ഈ 91-കാരിയായ ജാനകി അമ്മയെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് BLO. ഇന്നിരിക്കെയാണ് ഇത്തരം ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോയത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇവർക്കെതിരെ പരാതി നൽകുകയും അതിലാണ് ഇപ്പോൾ നടപടി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് വീട്ടിലോട്ട് ക്രമക്കേട് ആരോപണത്തിലാണ് ഇപ്പോൾ 4 തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.